ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയരെ, ജീവിതത്തിൽ ചില ഭാരങ്ങളുണ്ടാകും. അത് ചുമന്നു നിൽക്കാൻ പോലും പലപ്പോഴും മനുഷ്യന് കഴിയാറില്ല. ചില കണ്ണുനീർ വാക്കുകളായി പുറത്തു വരില്ല. ചില വേദനകൾ ആരോടും വിശദീകരിക്കാനാവില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു വലിയ ആത്മീയ മർമ്മമുണ്ട്, പ്രാർത്ഥനയുടെ മർമ്മം. മുട്ടുകുത്തി ദൈവസന്നിധിയിൽ സാഷ്ടാംഗം വീഴുന്ന ഒരു പ്രാർത്ഥന, അതിന് ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയും. ആ പ്രാർത്ഥന സ്വർഗത്തെ വരെ സ്പർശിക്കും. ദൈവവചനത്തിൽ നാം കാണുന്നു, പല നിസ്സഹായ അവസ്ഥകളിലും ദാവീദ് ദൈവസമക്ഷം മുഴങ്കാലിൽ സാഷ്ടാംഗം വീണുകൊണ്ട് പ്രാർത്ഥിച്ചപേക്ഷിച്ചു. ദൈവം അവനെ വിടുവിച്ചു. ദാനിയേൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ സിംഹങ്ങൾ വായടച്ചു. അന്ന കണ്ണുനീരോടെ മുട്ടുകുത്തിയപ്പോൾ ദൈവം അവളുടെ ഗർഭം തുറന്നു. എന്തിന്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഗത്സമനയിൽ മുട്ടുകുത്തിയപ്പോൾ ലോകത്തിന്റെ രക്ഷ ആരംഭിച്ചു. പ്രിയരെ, മുട്ടുകുത്തുന്നത് ദുർബലതയുടെ അടയാളമല്ല. അത് ദൈവമേ, എനിക്ക് നിന്നെ വേണം എന്ന് ആത്മാവിന്റെ നിലവിളിയാണ്. ദൈവസമക്ഷം നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിന്റെ അടയാളമാണ്. ഇന്ന് നിങ്ങളുടെ പ്രതികൂലത്തിന് മുമ്പിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിങ്ങൾ നിൽക്കുന്നുവോ? എങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുവിൻ: മുഴങ്കാലിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കാരണം മനുഷ്യൻ മുട്ടുകുത്തുന്ന സ്ഥലത്താണ് ദൈവം പ്രവൃത്തി ആരംഭിക്കുന്നത്. വചനം പറയുന്നു, അതുകൊണ്ട് ഞാൻ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. എഫേസ്യർ 3:14. ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നൊരു മനുഷ്യൻ ഒരിക്കലും ലോകത്തിന്റെ മുമ്പിൽ മുട്ടുകുത്താൻ ഇടവരികയില്ല.